എന്നാൽ എറിയാംലേ? ആടാ, നീ വേഗം എറി. ആ ബോൾ എന്താ താഴോട്ട് പോകാത്തത്? പറയുമ്പോഴും അതെന്താ പോകാത്തത്? ഞാൻ വിചാരിച്ച ആ ബോൾ അവളുടെ ദേഹത്ത് വീഴുമെന്ന, പക്ഷെ അത് അവളുടെ ദേഹത്ത് വീഴാണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ. അതെന്തായിരിക്കും കാരണം? വേറെന്ത് കാരണോ? നിങ്ങളെല്ലാം അവളെ നോക്ക്. അവൾ ആ ബോളിനെ നോക്കി പേടിപ്പിച്ചത് കൊണ്ടാണ് ആ ബോൾ താഴോട്ട് പോവാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അമ്മാതിരി നോട്ടയല്ലേ അവൾ ആ ബോളിനെ നോക്കുന്നത്. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഈ സമയത്തെങ്കിലും വന്ന് വായും പൂട്ടി നിൽക്ക്. എന്നാലും എന്തായിരിക്കും ആ ബോൾ താഴോട്ട് പോകാത്തത്? എന്റെ അള്ളോ, ആ ബോൾ കറങ്ങാൻ തുടങ്ങി. എന്റെ അള്ളോ, ഇതെന്ത് കറക്കാ കറങ്ങുന്നത്? നിങ്ങളൊന്ന് കളിക്കുന്നത്? അതില്ലടാ, ഞാൻ പോയിട്ട് ഫാൻ ഓഫ് ആക്കിയതാ. അതെന്തിനാ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഫാൻ ഓഫ് ആക്കിയത്? ആ ബോൾ കറങ്ങുന്നില്ലേ, പിന്നെന്തിനാ ഫാന്? രണ്ടും കറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഫാൻ ഓഫ് ആക്കിയതാ. എന്റെ കുഞ്ഞാമി, ഇഞ്ഞൊന്ന് അടങ്ങിയിരിക്കേ. ആ ബോൾ ഇപ്പോൾ കറങ്ങുന്നില്ല. പറയാൻ പോലെ കറങ്ങുന്നില്ലല്ലോ. അല്ല കുഞ്ഞാമിത്ത, നിങ്ങൾ എവിടെ പിന്നെയും പോയത്? അത് ഞാൻ ഫാൻ ഓൺ ആക്കാൻ പോയതാടാ. ഇപ്പോൾ ബോൾ കറങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് ഫാൻ കറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അടുത്ത് ഫാൻ ഓഫ് ആക്കോ ഓൺ ആക്കോ ചെയ്യുന്ന? അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലടാ. നോക്കിയേ, പിന്നെയും ബോൾ കറങ്ങി. പിന്നെയും കറങ്ങിയാ? എന്താടാ? നിങ്ങൾ ഇപ്പോൾ പോകാൻ നോക്കുന്നത് ഫാൻ ഓഫ് ആക്കാനല്ലേ? അതെങ്ങനെ എനിക്ക് മനസ്സിലായത്? കിന്നാരം ചോദിക്കുന്നു. ഇനി നിങ്ങൾ ഫാൻ ഓഫ് ആക്കിയാൽ ഒരൊറ്റ ചവിട്ടങ്ങ് തരും ഞാൻ. എന്റെ കുഞ്ഞമ്മേ, നീ ഒന്ന് അടങ്ങിയിരിക്കേ. നോക്കിയേ, ആ ബോൾ കറങ്ങുന്നതിന്റെ മോഡൽ മാറി. പറയും പോലെ മാറിയിട്ടുണ്ടല്ലോ. അയ്യോ, അതെന്താ സംഭവം? അത് ബോൾ തന്നെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ആ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തിരിച്ചു നേരെ നമ്മുടെ ദേഹത്തേക്ക് തന്നെ വീഴുമോ? വീണാലെന്താ, അതൊരു ബോളല്ലേ. തേങ്ങയായിട്ടാണെങ്കിലായിരുന്നു പ്രശ്നം. എന്ത് പ്രശ്നം? തേങ്ങ എന്റെ തലയിൽ വീണാൽ പിന്നെ പ്രശ്നം തന്നെയല്ലേ. പക്ഷേ നിന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ നല്ല ബിറ്റുണ്ടാവും കാണാൻ. നോക്കിയേ, അവൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവൾ പ്രതികരിക്കാൻ തുടങ്ങി. എന്തോ സംഭവിക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അല്ല, ഇവളെന്തിനാ ഇങ്ങനെ കയ്യും പൊന്തിച്ച് നിൽക്കുന്നത്? അവക്ക് കയ്യും താത്തി നിന്നോറോ? അവർ എന്താ ചെയ്യുകയാണ്? എന്തായാലും അത് നമുക്കിട്ടിട്ടുള്ള പണി തന്നെയായിരിക്കും. എടാ ഇക്രു, അവളുടെ കൈ താത്തി വെക്കുവാൻ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? വേഗം പറ ആന്റി. ആരെങ്കിലും പോയിട്ട് അവളുടെ തൊക്കില് കിളികിളികിളിന്ന് പറഞ്ഞിട്ട് ഇക്കളിച്ചാൽ മതി. ഒന്ന് ബായും പൂട്ടി നിൽക്ക്. ഞാൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ അല്ലേ? ഇവൾ എന്തപ്പാ ചെയ്യുന്നത്? അയ്യോ, ആ ബോള് 2 ബോളായി. 2 അല്ല 3. 3 അല്ലടാ 4. അയ്യോ, 4 അല്ല 5. 5 ആയിട്ടില്ല, 4 തന്നെയാ. ഇതിങ്ങനെ ഇത്രയും ബോൾ ഉണ്ടായത്? എടാ സുലൈമാനെ, നീ 4 ബോളാണോ എറിഞ്ഞത്? നിങ്ങൾ കണ്ടിക്കില്ലേ ഞാൻ 1 ബോൾ എറിഞ്ഞത്? കണ്ടിക്ക്. പിന്നെ കിന്നാരം ചോദിക്കണ? എന്നാലും ഇതെങ്ങനെയപ്പോ 4 ബോളായത്? അതാ പെണ്ണുങ്ങൾ ആക്കിയതാണ്. എന്റെ അല്ലോ, ഇതെന്തിനാ 4 ബോള്? നമുക്ക് 4 ആൾക്ക് 4 ബോൾ ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് 4 ആൾക്കും കളിക്കാനുള്ള 4 ബോളാണ് അത്. ബോളോട് കളിക്കാൻ പറ്റിയ പ്രായം. ഏന്റി, നമുക്ക് 4 ആൾക്കും കളിക്കാനുള്ള 4 ബോൾ അല്ല അത്. നമുക്ക് 4 ആൾക്കും പണി തരുവാനുള്ള 4 ബോളുകളാണത്. പണിയാ? എന്ത് പണി? ആ പ്രേതം തരുന്ന എന്തോ ഒരു വലിയ പണി തന്നെ. നോക്കിയേ, ആ ബോളൊക്കെ കറങ്ങുവാൻ തുടങ്ങി.